നമസ്കാരം. ഒരു വീട്ടിലെ അടിയന്തരത്തിന് നമ്പൂതിരി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമതും ചോറിനായി കാത്തിരുന്ന നമ്പൂതിരിയുടെ മുമ്പിൽ വിളമ്പുകാരനെത്തി. ചോറ് വിളമ്പുമ്പോൾ അബദ്ധത്തിൽ പാത്രം വഴുതി ചോറ് മുഴുവൻ നമ്പൂതിരിയുടെ ഇലയിലേക്ക് വീണു. നമ്പൂതിരി പറഞ്ഞു, ഭേഷ്, താനൊരു മിടുക്കൻ തന്നെ. മറ്റ് വിഭവങ്ങൾ കൂടി ആ പിശുക്കന്മാരെ ഏൽപ്പിക്കാതെ താൻ തന്നെ അങ്ങോട്ട് വിളമ്പുക. കമിഴ്ന്നു വീണാലും കാപ്പിടി മണ്ണ എന്ന നയക്കാരനായ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നമ്പൂതിരിയെ പോലെയാണ്. ജനമെത്ര നരകിച്ച് കമിഴ്ന്നടിച്ച് വീണാലും സകലതും തൻ്റെ ഇലയിൽ തന്നെ വീഴട്ടെ എന്നാണ് ചിന്ത. തുടർഭരണം പിടിക്കാൻ ആൾ ചില്ലറ അഭ്യാസങ്ങളൊന്നുമല്ല കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഖജനാവിലെ കോടികളെടുത്തങ്ങ് അമ്മാനമാടുകയാണ്. അതും പോരാഞ്ഞ് കെട്ടിപ്പിടിക്കാൻ കാശ്മീരിൽ നിന്ന് വരെ ആളെ ഇറക്കുകയാണ്. തൻ്റെ മൂന്നാം വരവ് ലക്ഷ്യമിട്ട് ആശാൻ നടത്തിയ പ്രസംഗം പുറത്തു വന്നു. നവകേരള സർവേയിൽ പങ്കെടുക്കാനുള്ള ഉദ്യോഗസ്ഥരോട് പറയുകയാണ്, ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് തുടർഭരണം ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്. സർവേക്ക് പോകുന്നവരുടെ മനസ്സിൽ ആ ചിന്ത കൂടി ഉണ്ടാകണം. ശരിയാണ് സഖാബെ, നിങ്ങൾക്കിനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട്. മുടിച്ച് തേച്ച് കഴുകാൻ അല്പം കൂടി ബാക്കിയുണ്ടെന്നർത്ഥം. ഇന്നലെ ഹൈക്കോടതി പറഞ്ഞത് ദേവസ്വം ബോർഡ് പെട്ടിക്കടയേക്കാൾ അധപ്പതിച്ചു എന്നാണ്. സ്വർണവും പണ്ടങ്ങളും വാതിലുകളും വിഗ്രഹങ്ങളും ആടിയ ശിഷ്ടം നെയ്യും അരവണയും വരെ മോഷ്ടിച്ച് തിന്നു കഴിഞ്ഞു. വിശപ്പാണ്, ഒടുങ്ങാത്ത വിശപ്പ്. വിപ്ലവത്തിന് വിശന്നാൽ നെയ്മീൻ കറിയിൽ നിൽക്കില്ല, നാട് വിഴുങ്ങണം. സർവേക്കാരോടായി മുഖ്യമന്ത്രി പറയുന്നു, കേരളത്തിലൊരു പ്രത്യേക രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമില്ല. അതിനെ മുഖ്യമന്ത്രി മനുഷ്യനെ കാണാറുണ്ടോ? താൻ ഉച്ഛ്വസിച്ചുപേക്ഷിക്കുന്ന പ്രാണവായുവിൽ നിന്നാണ് നാട് ശ്വസിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഭീരുവായ ഏകാധിപതിക്കുണ്ടോ നാടിനെ അറിയാൻ കഴിയുന്നു, ജനവികാരം അറിയാൻ കഴിയുന്നു? സർവേക്ക് പോകുന്ന പാർട്ടിക്കാരെ തീറ്റിപ്പോറ്റാൻ ആദ്യഘട്ടത്തിൽ അനുവദിച്ചത് 20 കോടി ഉറുപ്പികയാണ്. പോകുന്നതിന് മുമ്പ് നക്കാൻ എന്തെങ്കിലുമൊക്കെ പാർട്ടിക്കാർക്കും നൽകണമല്ലോ. അല്ല പിണറായി, ഈ സർവേക്കാർ വന്ന് ജനത്തോട് എന്ത് ചോദിക്കും, എന്ത് പറയും? നേതാക്കളും പ്രവർത്തകരും വീട് കയറിയിട്ട് എന്തായി? പാത്രം മഴക്കിയ അടുക്കള ബേബി കഴിഞ്ഞ ദിവസം പറഞ്ഞത് പകുതിയിലേറെ ജനം പാർട്ടിക്കൊപ്പമില്ല എന്നാണല്ലോ. ആട്ട് കേൾക്കുമെന്ന് ഭയന്ന് പാർട്ടിയെ കബളിപ്പിച്ചതല്ലാതെ ഒരുത്തനും വീട് കയറാൻ പോയില്ല പ്രവർത്തകർ. കൂലിക്ക് ആളെ വെച്ചാൽ തൊഴി മേടിച്ചാലും ചൂട് കഞ്ഞിവെള്ളം മുഖത്ത് വീണാലും അവർ സഹിച്ചുകൊള്ളും. കോടികൾ ഇങ്ങനെ ഉരുളയാക്കി വിഴുങ്ങുന്നത് ഹൈക്കോടതിയും എത്ര നാൾ കണ്ടുകൊണ്ടിരിക്കും? എത്ര വിശപ്പ് തീർത്തു കിടന്നാലും പിറ്റേന്നും വല്ലതും തിന്നാതെ പറ്റില്ലല്ലോ. അതാണ് വിശപ്പിൻ്റെ സിദ്ധാന്തം. ഇന്ന് 4 കൂട്ടം കറികളുണ്ടായിരുന്നു, അതിനാൽ നാളെ ഉണക്കലരിച്ചോറ് മതിയെന്ന് ആരെങ്കിലും കരുതുമോ? പിണറായിക്ക് ഇപ്പോൾ ചാനൽ സംഘത്തെ കാണാതെ ഉറക്കം വരില്ല. ഞാൻ പാലം ഉദ്ഘാടനത്തിന് പോയപ്പോൾ നിങ്ങൾ എന്താ വരാഞ്ഞത് എന്നായി പരിഭവം. നാട്ടിൽ ഞാൻ നടത്തുന്ന മലമറിക്കലൊക്കെ നിങ്ങൾ ജനത്തെ അറിയിക്കേണ്ടേ എന്നാണ് ചോദ്യം. അണപ്പല്ലാടുന്ന തരത്തിൽ അവരെ പണ്ട് ആട്ടിയിറക്കിയത് മറന്നുപോയോ പിണറായി? ഒന്നുകൂടി ആട്ടാൻ കൊതിയാകുന്നുണ്ട് അല്ലേ? പലയിടത്തും ഞാൻ ശ്രദ്ധിച്ചതാണ്, ചാനലുകാർ വരുന്നില്ല. അതിനാൽ നവമാധ്യമങ്ങളിലൂടെ എൻ്റെ പ്രതാപം ജനത്തെ അറിയിക്കണമെന്നാണ് ആഹ്വാനം. സർവേക്കാരായ പാർട്ടിക്കാർക്ക് നൽകിയ ക്ലാസ്സിൽ പിണറായി മറ്റൊന്നുകൂടി പറയുന്നുണ്ട്. പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ സർക്കാർ ആശുപത്രിയിൽ കയറി ഉപകരണങ്ങൾ എടുത്തുകൊണ്ടുപോയ മെഡിക്കൽ ഉപകരണ കമ്പനിക്കാരെ എന്തുകൊണ്ട് 4 ആൾ ചേർന്ന് തടഞ്ഞു വെച്ചില്ല? എന്ത് തോന്നിയവാസവും കാണിക്കാമെന്നാണോ? ചുരുക്കി പറഞ്ഞാൽ മേടിച്ചാൽ കൊടുക്കില്ല. സാധനം തിരിച്ചെടുക്കാൻ വരുന്നവരെ തടയാൻ ആളെ വിടും. കൊടുക്കാനുള്ള കാശ് ചോദിച്ചു വരുന്നവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഉപദേശിക്കുകയാണ് പാർട്ടിക്കാരെ. നാടിനെ മൊത്തത്തിലങ്ങ് മാറ്റിയെടുക്കുകയാണല്ലോ പിണറായി സാറ്. ശരിപ്പെടുത്തലെല്ലാം തകൃതിയായി നടക്കുന്നു. ഒറ്റ രാത്രി കൊണ്ടെടുത്ത ഒരു തീരുമാനം നോക്കുക. പാതിരാത്രി 12 മണി വരെ ബാറുകൾ തുറന്നു വയ്ക്കാം. സർക്കാരിന് സ്ത്രീകളോടുള്ള പ്രത്യേക കരുതലിൻ്റെ ഭാഗമായിട്ടാണ് ഈ ധീരമായ തീരുമാനം. പെണ്ണുങ്ങൾ സ്വസ്ഥമായി വീട്ടിൽ കിടന്നുറങ്ങിക്കൊള്ളട്ടെ. ആണുങ്ങൾ ബാറിൽ ഇരിക്കുന്നത് കൊണ്ട് സ്ത്രീകൾ ഭയപ്പെടേണ്ടതില്ല. ഈ സർക്കാർ ഒപ്പമുണ്ട് ചേർത്ത് പിടിക്കാൻ. 12 മണിക്ക് ഇറങ്ങി വരുന്നവന്മാരെ ഊതിക്കാൻ പോലീസ് സംഘം പുറത്ത് കാവൽ നിൽക്കും. 2 മണിക്കൂർ കൂടി അധികത്തിൽ കൊടുത്തത് സമയം നീട്ടലല്ല, ഏകീകരിച്ചതാണെന്നാണ് കള്ളുമന്ത്രി രാജേഷ് പറഞ്ഞത്. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഓരോ വാക്കുകളുടെയൊക്കെ അർത്ഥതലങ്ങൾ മാറിപ്പോകുന്നത് നോക്കണേ. 9.5 വർഷത്തെ ഭരണം കൊണ്ട് നമ്മുടെ നാട് എന്തൊരു മാറ്റമാണ് മാറിയിരിക്കുന്നത്. 29 ബാറിൽ നിന്നും 884-ലെത്തിച്ച മാന്ത്രികനാണ് പിണറായി വിജയൻ. മരുമകൻ്റെ ടൂറിസത്തിലേക്ക് ആളുകൾ വന്ന് കുമിയണമെങ്കിൽ ബാറുകൾ തുറന്നിരിക്കണം സദാസമയവും. കഴിഞ്ഞ 1 വർഷമായി വൈകിപ്പിച്ച മറ്റൊരു തീരുമാനം ഭരണം തീരുന്നതിന് മുമ്പ് നടപ്പിലാക്കി കളഞ്ഞു. എയ്ഡഡ് സ്കൂളുകളിലെ 20,000-ലേറെ തസ്തികകൾക്ക് അംഗീകാരം കൊടുത്തു. അടുത്ത ഭരണത്തിൽ കയറുന്നവർ ശമ്പളം കൊടുത്തുകൊള്ളും.
ദിവസം 1,00,000 ലിറ്റർ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള മദ്യ പ്ലാന്റ് ചിറ്റൂരിൽ 21-ന് ഉദ്ഘാടനം ചെയ്യുകയാണ് മുഖ്യമന്ത്രി. KPSC ലളിത ചേച്ചി എല്ലാം അവിടെ ഇരുന്ന് കാണുന്നുണ്ടല്ലോ അല്ലേ? അതോ കഥ കടച്ചിരുന്ന് കരയുകയാണോ? നുണ പറയുന്നവരെ സൂക്ഷിക്കണമെന്നല്ലേ ചേച്ചി ഞങ്ങളോട് പറഞ്ഞിട്ട് പോയത്? ഘട്ടം ഘട്ടമായി മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുമെന്നല്ലേ ജനത്തോട് പറഞ്ഞത്? ചേച്ചി ഇത് പറയുമ്പോൾ സംസ്ഥാനത്ത് 29 ബാറുകൾ, ഇപ്പോൾ അത് 884 എന്തൊരു മാറ്റമാണ് നമ്മുടെ ബാറുകൾ മാറിയത്. 20 കോടി നവകേരള സർവേക്കായി സർക്കാർ മാറ്റിവെച്ചത് മര്യാദയ്ക്ക് തിരിച്ചടയ്ക്കാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. പക്ഷേ കോടതിയുടെ വിരട്ടലും വിലപേശലുമൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നാണ് പിണറായി വിജയൻ്റെ ഭാവം. ഞങ്ങളുടെ അരിവാളിൻ്റെ അകത്തിരിക്കുന്ന ചുറ്റികയേക്കാൾ വലുതല്ല ഹൈക്കോടതിയുടെ കയ്യിലിരിക്കുന്ന തടിച്ചുറ്റിക. ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ 24 മണിക്കൂറിനകം സുപ്രീം കോടതിയെ സമീപിച്ചു. അങ്ങനെയും പോകട്ടെ കുറേ കോടികൾ. 9.5 വർഷം ഭരിച്ചിട്ടും വിജയൻ്റെ നവകേരളത്തിന് ഇങ്ങോട്ട് വരാൻ ബസ് കിട്ടിയില്ല. ഇനി സർവേ നടത്തിയിട്ട് വേണം എന്തുകൊണ്ട് നവകേരളം വൈകുന്നു എന്നറിയാൻ. ഇതുതന്നെയാണ് കോടതിയും ചോദിച്ചത്. ഇത്രയും കാലം ഭരിച്ചിട്ടും നവകേരളം വന്നില്ല. ഇങ്ങനെ ജനത്തിൻ്റെ കാശെടുത്ത് ചമ്മാളിക്കുന്ന പിണറായി വിജയൻ അറിഞ്ഞോ? ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ട് OP ബഹിഷ്കരണം നടത്തുകയാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ. അതിനെന്താ, എനിക്ക് ചികിത്സ അമേരിക്കയിലുണ്ടല്ലോ, അവിടെ ഡോക്ടർമാർ പണിമുടക്കാറില്ല. നമ്പർ 1 ആരോഗ്യ കേരളത്തിൻ്റെ അടനയമ്പ് പിടിക്കുന്ന അമരക്കാരി വീണ ജോർജ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. പ്രസംഗിച്ചങ്ങ് തകർക്കുന്നത് കേട്ടാൽ രോമാഞ്ചം വരും. പിണറായി വിജയൻ്റെ മഹാപരാക്രമങ്ങളുടെ വീരഗാഥകൾ, നമ്പർ 1 ആരോഗ്യ കേരളത്തിൻ്റെ മഹത്തായ തള്ളുകൾ, ഇക്കണ്ട ഏഭ്യത്തരങ്ങളെല്ലാം കാണിക്കുന്നത് പിന്നെയും ഭരിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല കേട്ടോ. കേരളം ലോകത്തിൻ്റെ നെറുകയിലെത്തണമെങ്കിൽ 1-2 നട്ട് ബോൾട്ട് കൂടി മുറുക്കാനുണ്ട്. അതുകൂടി മുറുക്കിയിട്ട് വേണം എടുത്ത് പൊക്കി അങ്ങ് കാണിക്കാൻ.